ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഡ്രിനാലിൻ. ടുഡേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് ഇമ്മ്യൂണിറ്റി, ഫിസിയോളജിയിലെ ഇമ്മ്യൂണിറ്റി. സോ നമുക്കറിയാം ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ദെൻ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയാണ്. അക്വയർഡ് ആണെങ്കിൽ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയാണ്, അതായത് സ്പെസിഫിക് ആൻറ്റിജൻസിനതിൽ സ്പെസിഫിക് മെക്കാനിസം വഴി ഡിഫൻസ് നടത്തും. ഓക്കെ, അപ്പോൾ ഇനി നോൺ സ്പെസിഫിക് ഡിഫെൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിൽ വരുന്ന കാര്യങ്ങളാണ് മെക്കാനിക്കൽ ഡിഫെൻസ്, പിന്നെ കെമിക്കൽ ഡിഫെൻസ്, ഡിഫെൻസ് ബൈ നാച്ചുറൽ കില്ലർ സെൽസ്, പിന്നെ ഫാഗോസൈറ്റോസിസ്, ദെൻ ഇൻഫ്ലമേഷൻ ആൻഡ് ഫീവർ. അപ്പോൾ ഫസ്റ്റ് മെക്കാനിക്കൽ ഡിഫെൻസ്. മെക്കാനിക്കൽ ഡിഫെൻസിൽ നമുക്ക് കാണാം അതിലുള്ള കോമ്പണൻസ് ആണ് സ്കിൻ ആൻഡ് എപ്പിഡെർമിസ്. സ്കിൻ ആൻഡ് എപ്പിഡെർമിസ് എന്ന് പറയുമ്പം ദേ ആക്ട് ആസ് ഫിസിക്കൽ ബാരിയേഴ്സായിട്ട് ആക്ട് ചെയ്യും. അതായത് നമുക്ക് ബേൺസ് പോലുള്ള സിവിയർ ഇഞ്ചുറിയിൽ എന്താണ് ഈ സ്കിൻ ആൻഡ് എപ്പിഡെർമിസ് നഷ്ടപ്പെടുന്നതുകൊണ്ട് ഈ ഇൻഫെക്ഷൻസുള്ള, അതായത് മൈക്രോ ഓർഗാനിസംസിൻ്റെ എൻട്രീൻ്റെ ചാൻസ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ മ്യൂക്കസ് മെംബ്രെയിൻസ്, മ്യൂക്കസ്, ഹെയർസ് ആൻഡ് സീലിയ, ടിയേഴ്സ് ഫ്രം ഐസ്, സലൈവ, യൂറിൻ, ഇവരൊക്കെ ഒരു പരിധിവരെ എൻട്രി ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ദെൻ കെമിക്കൽ ഡിഫെൻസ് പറയുകയാണെങ്കിൽ അസിഡിക് പി എച്ച് ഓഫ് സ്കിൻ. അസിഡിക് പി എച്ച് ഓഫ് സ്കിന്നിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും. ദെൻ സെബത്തിൽ എന്ന് പറയുമ്പോൾ ബാക്ടീരിയസൈഡൽ കോമ്പണൻസ് ഉണ്ട്, ലൈക്ക് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ബാക്ടീരിയൽ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ബോഡി സെക്രീഷൻസ് ലൈസോസൈം, അതൊക്കെ ബാക്ടീരിയസൈഡൽ ആക്ടിവിറ്റിയുള്ള എൻസൈംസ് ആണ്. ദെൻ അസിഡിക് പി എച്ച് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് വജൈന, അതൊക്കെ ബാക്ടീരിയൽ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ കോംപ്ലിമെൻറ്റ് പ്രോട്ടീൻസ്, അവരെന്ത് ചെയ്യും, ഒപ്സണൈസേഷന് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒപ്സണൈസേഷൻ എന്ന് പറയുന്നത് ഫാഗോസൈറ്റോസിസിൻ്റെ മുന്നേയുള്ള ഒരു മൈക്രോ ഓർഗാനിസത്തിന് ഫാഗോസൈറ്റോസിസിന് റെഡിയായി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഒപ്സണൈസേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ കോംപ്ലിമെൻറ്റ് പ്രോട്ടീൻസ്. ദെൻ ഇൻ്റർഫെറോൺസ് എന്ന് പറയുമ്പം ആക്ടിവേറ്റഡ് ലിംഫോസൈറ്റ്സ് സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസാണ് ഇൻ്റർഫെറോൺസ്. അവർ വൈറസിൻ്റെയൊക്കെ കില്ലിങ്ങിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ദെൻ നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറയുമ്പം നമുക്ക് തേർഡ് കാറ്റഗറി ഓഫ് ലിംഫോസൈറ്റ്സ് മെൻഷൻ ചെയ്യാം. അതായത് ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും അല്ലാതെ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ലിംഫോസൈറ്റ്സ് ആണത്. അവർ അബൌട്ട് 15% ഓഫ് ലിംഫോസൈറ്റ്സ് നാച്ചുറൽ കില്ലർ സെൽസ് ആണ്. ഇനി അവരുടെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് വെച്ചാൽ ദേ ലാക്ക് സെൽ സർഫസ് ആൻറ്റിജൻ റിസെപ്റ്റേഴ്സ്. അവർക്ക് സർഫസ് ആൻറ്റിജൻ റിസെപ്റ്റേഴ്സ് ഉണ്ടാവില്ല. പിന്നെ ലാർജ് ഗ്രാനുലാർ സെൽസ് ആണ് അവർ. ഓക്കെ, ഇനി അവരുടെ മെക്കാനിസം എന്തെന്നാന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ നാച്ചുറൽ കില്ലർ സെൽസ് ഒരു മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നത്. അത് 3 ടൈപ്പായിട്ടാണ്. ഓസ്മോട്ടിക് ലൈസിസ് എന്ന് പറയുമ്പോൾ പെർഫോറൻസിൻ്റെ ഹെൽപ്പോടുകൂടി അതിലേക്ക് ഓസ്മോസിസ് നടത്തിയിട്ട് ഓസ്മോട്ടിക് ലൈസിസ് ആണ് നടത്തുന്നത്. ദെൻ റിലീസ് ഓഫ് ഇൻ്റർഫെറോൺസ്, ഇവർ ഇൻ്റർഫെറോൺസ് റിലീസ് ചെയ്യും, അങ്ങനെ ഫാഗോസൈറ്റോസിസിനെ ആക്ടിവേറ്റ് ചെയ്യും. ഇനി FC റിസെപ്റ്റേഴ്സ് വഴി ഈ നാച്ചുറൽ കില്ലർ സെൽസിന് FC റിസെപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, ആൻറ്റിബോഡി കോട്ടഡ് വൈറസസിനെ കില്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ഫാഗോസൈറ്റോസിസ് വഴിയുള്ള ഡിഫെൻസ്. ഫാഗോസൈറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ ന്യൂട്രോഫിൽസ് പെടും, ഈസ്നോഫിൽസ് ഉണ്ട്, ബേസോഫിൽസ് ഉണ്ട്. അതായത് ഗ്രാനുലോസൈറ്റ്സ് എല്ലാവരും ഉണ്ട്, പ്ലസ് മോണോസൈറ്റ്സ് ആൻഡ് മാക്രോഫേജസ്. ഈ മോണോസൈറ്റ്സ് തന്നെ ടിഷ്യൂലെത്തിയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് മാക്രോഫേജസ് ആയിട്ട്. അപ്പോൾ മോണോസൈറ്റ് ടിഷ്യൂലെത്തിയിട്ട് മാക്രോഫേജ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. ഈ മാക്രോഫേജസ് 2 ടൈപ്പ് ഉണ്ട്. വാൻഡറിങ് മാക്രോഫേജ് ഉണ്ട്, ഫിക്സ്ഡ് മാക്രോഫേജ് ഉണ്ട്. വാൻഡറിങ് മാക്രോഫേജ് എന്ന് പറയുമ്പം സെല്ലിലൂടെ ഇങ്ങനെ വാൻഡർ ചെയ്ത് നടക്കും, ഈ മൈക്രോ ഓർഗാനിസത്തിനെ തപ്പിയിട്ട് എല്ലാ സ്ഥലത്തും കാണാം. അതിങ്ങനെ വാൻഡറിങ് ആണ്. ഇനി ഫിക്സ്ഡ് എന്ന് പറയുമ്പോൾ അത് ഓരോ ടിഷ്യൂവിൽ ഫിക്സ്ഡ് ആയിട്ട്, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലിവറിലാണെങ്കിൽ കപ്ഫർ സെൽസ് ഉണ്ട്. അതുപോലെ തന്നെ ലങ്സിലാണെങ്കിൽ ആൽവിയോളർ മാക്രോഫേജസ് ഉണ്ട്. ബ്രെയിനിലാണെങ്കിൽ മൈക്രോഗ്ലിയ. ഇങ്ങനെ ഓരോ ടിഷ്യൂവിൽ ഫിക്സ്ഡ് ആയിട്ട് അവിടുത്തെ ഇമ്മ്യൂണിറ്റി നോക്കാൻ വേണ്ടിയുള്ള മാക്രോഫേജസ് ആണ് ആര്, ഫിക്സ്ഡ് മാക്രോഫേജ്. ഇവരെ വിളിക്കുന്ന വേറൊരു പേരാണ് മോണോന്യൂക്ലിയർ ഫാഗോസൈറ്റ് സിസ്റ്റം, MPS. ഓക്കെ, ദെൻ അതിൻ്റെ വേറെ എക്സാമ്പിൾസ് തന്നെയാണ് ഓസ്റ്റിയോക്ലാസ്റ്റ്, ബോണിലുള്ള ഓസ്റ്റിയോക്ലാസ്റ്റ്, പിന്നെ മിസാഞ്ചിയൽ സെൽസ് ഇൻ കിഡ്നി, ദെൻ ലാംഗർഹാൻസ് സെൽസ് ഇൻ സ്കിൻ. ഇതൊക്കെ MPSലുള്ള മാക്രോഫേജസ് ആണ്, ഫിക്സ്ഡ് മാക്രോഫേജസ് ആണ്. ദെൻ 5th മെക്കാനിസമാണ് ഇൻഫ്ലമേഷൻ ആൻഡ് ഫീവർ. ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ അതിൽ 4
കോമ്പണൻസ് ആണുള്ളത്. റൂബർ, ഡോളർ, കാലർ, ട്യൂമർ. റൂബർ എന്ന് പറയുമ്പം റെഡ്നെസ് ഉണ്ടാവും. ദെൻ ഡോളർ പെയിൻ ഉണ്ടാവും. പിന്നെ കാലർ ടെമ്പറേച്ചർ കൂടും. പിന്നെ ആണ് ട്യൂമർ സ്വെല്ലിങ് ഉണ്ടാവുന്നത്. അപ്പം ഇൻഫ്ലമേഷൻ്റെ സ്റ്റേജസ് എന്ന് പറയുമ്പം ഫസ്റ്റ് വാസോഡൈലേഷൻ നടക്കും. വാസോഡൈലേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടേക്ക് ഫാഗോസൈറ്റോസൈറ്റ്സിൻ്റെ മൈഗ്രേഷൻ കൂടും. അപ്പോൾ അവിടെ കൂടുതൽ ഫാഗോസൈറ്റ്സ് എത്തിക്കഴിഞ്ഞാൽ ഫാഗോസൈറ്റോസിസ് നടന്നിട്ട് അവിടുത്തെ ടിഷ്യൂ റിപ്പയർ ചെയ്യും. അങ്ങനെയാണ് ഇൻഫ്ലമേഷൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ ഫീവർ കൊണ്ട് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം മെയിനായിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം പ്രിവെൻറ്റ് ചെയ്യും. എന്നിട്ട് ടെമ്പറേച്ചർ കൂട്ടി തന്നെ ഇൻ്റർഫെറോൺസിൻ്റെ ആക്ഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യും. അപ്പോൾ കൂടുതൽ കില്ലിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് നടക്കും. ഓക്കെ, ഫെസിലിറ്റേറ്റ്സ് ആക്ഷൻ ഓഫ് ഇൻ്റർഫെറോൺസ്. അതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയാണ്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി 2 ടൈപ്സ് ആണ്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി നമുക്കറിയാം ടി സെൽസ്, ടി ലിംഫോസൈറ്റ്സ് മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ്. ഹ്യൂമറൽ സെൽസ് മെയിനായിട്ടും ആൻറ്റിബോഡി ആൻഡ് പ്ലാസ്മ സെൽ മീഡിയേറ്റഡ് ആണ്. ദെൻ നമുക്ക് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ടി സെല്ലിനെ കുറിച്ച് പറയാം. ടി സെൽ എന്ന് പറയുമ്പം ടി സെല്ലിൻ്റെ ഡെവലപ്മെൻറ്റ് ഫ്രം തൈമസ് ആണ് അല്ലേ. ടി സെല്ലിൻ്റെ ഡെവലപ്മെൻറ്റ് തൈമസ് എന്നും ബി സെല്ലിൻ്റെ ഡെവലപ്മെൻറ്റ് ബോൺ മാരോ എന്നാണ് നടക്കുന്നത്. അപ്പോൾ തൈമസിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് നോക്കാം. അപ്പോൾ ബോൺ മാരോയിൽ ഫോം ചെയ്ത പ്രീ ടി സെൽസ് എന്ത് ചെയ്യും? കീമോടാക്റ്റിക് സിഗ്നൽസ് ഫ്രം തൈമസ് അതിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് തൈമസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ഓക്കെ, കീമോടാക്റ്റിക് സിഗ്നൽസിൽ പെട്ട മെയിൻ കീമോ അട്രാക്റ്റൻ്റ് ആണ് അത് ബീറ്റ-2 മൈക്രോഗ്ലോബുലിൻസ്. ഇവരുടെ കീമോടാക്റ്റിക് സിഗ്നൽസ് വഴി ഫോം ചെയ്തിരിക്കുന്ന പ്രീ ടി സെൽസ് തൈമസിലേക്ക് പോകും. തൈമസിൽ പോയി കഴിഞ്ഞാൽ തൈമസിലുള്ള ഒരു മെയിൻ സബ്സ്റ്റൻസ് ആണ് MHC ക്ലാസ് 2 ആൻറ്റിജൻസ്. ഇത് തൈമസിലുള്ള എപ്പിത്തീലിയൽ സെൽസിൽ, ഇൻ്റർഡിജിറ്റേറ്റിംഗ് സെൽസിൽ, അവിടെയുള്ള മാക്രോഫേജസിലൊക്കെ കാണുന്ന സാധനമാണ്. അപ്പോൾ ഈ MHC ക്ലാസ് 2 ആൻറ്റിജൻസ് എന്ത് ചെയ്യും? പ്രീ ടി സെല്ലിനെ മെച്യൂർ ടി സെല്ലാക്കും. ഓക്കെ, ഈ മെച്യൂർ ടി സെല്ല് പിന്നെ നമ്മുടെ സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂസിലേക്കും ബോൺ മാരോസിലേക്കും ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോകും. അങ്ങനെ എല്ലായിടത്തും ടി സെല്ലിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടും. ഓക്കെ, ഈ ടി സെൽസ് ഉണ്ടായി വരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക 3 ടൈപ്പാണ്. അവർ ഹെൽപ്പർ ടി സെൽ ഉണ്ടാക്കും, സൈറ്റോടോക്സിക് ടി സെൽസ് ഉണ്ടാക്കും, മെമ്മറി ടി സെൽസ് ഉണ്ടാക്കും. ഈ ഹെൽപ്പർ ടി സെൽസ് തന്നെ പറയണത് മെയിനായിട്ട് CD4 പ്രോട്ടീൻസ് ഉള്ള ടി സെൽസ് ആണ്. അതുകൊണ്ട് നമ്മളതിനെ T4 സെൽസ് എന്ന് വിളിക്കും. സൈറ്റോടോക്സിക് ടി സെൽസ് ആണെങ്കിൽ അതിലുള്ള പ്രോട്ടീൻ CD8 ആണ്. അതുകൊണ്ട് നമ്മളതിനെ T8 സെൽസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഹെൽപ്പർ ടി സെൽസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. TH1 സെല്ലും TH2 സെൽസും. ടി ഹെൽപ്പർ സെൽസ് 1ഉം ടി ഹെൽപ്പർ സെൽസ് 2ഉം. ടി ഹെൽപ്പർ സെൽസ് 1 മെയിൻലി സെല്ലുലാർ ഇമ്മ്യൂണിറ്റി, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്കാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ TH2 സെൽസ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി, അതായത് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്കാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ മെമ്മറി ടി സെൽസ് അറിയാം, നമുക്ക് സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടി സെൽസ് ആണ്. ഓക്കെ, ദെൻ മെക്കാനിസം ഓഫ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയുടെ മെക്കാനിസം 3 സ്റ്റെപ്സ് ആണ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം ആൻറ്റിജൻ റെക്കഗ്നിഷൻ, പ്രോസസ്സിങ് ആൻഡ് പ്രസൻറ്റേഷൻ. ഇത് ഫസ്റ്റ് നമ്മൾ ആൻറ്റിജനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനെ ടി സെൽസിന് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ ആക്ടിവേഷൻ ആൻഡ് പ്രോലിഫറേഷൻ ഓഫ് ടി സെൽസ്. അപ്പോൾ ടി സെൽസിലുള്ള റിസെപ്റ്റേഴ്സ്, ആൻറ്റിജൻ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഇതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് പ്രോലിഫറേറ്റ് ചെയ്യാൻ തുടങ്ങും. ടി സെൽസ് ആക്ടിവേറ്റഡ് ആവും, ദെൻ പ്രോലിഫറേറ്റഡ് ആവും. ഈ പ്രോലിഫറേറ്റഡ് ആയ ടി സെൽസിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് എന്താക്കും? ഈ ഇൻവേഡേഴ്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് 3 മെയിൻ സ്റ്റെപ്സ്. അപ്പോൾ ഫസ്റ്റ് മെയിനായിട്ടുള്ള സ്റ്റെപ്പാണ് ആൻറ്റിജനെ നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കണം, ടി സെൽസിന് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആൻറ്റിജൻ പ്രസൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഫസ്റ്റ് APC സെൽസ് എന്ന് പറഞ്ഞൊരു സെൽസ് ഉണ്ട്. APC സെൽസാണ് ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ്. അവർ മെയിനായിട്ട് വരുന്നത് മാക്രോഫേജസും ഡെൻഡ്രിറ്റിക് സെൽസും ദെൻ സം ഓഫ് ബി സെൽസും. ഇവരാണ് ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസായിട്ട് ആക്ട് ചെയ്യുന്നത്, APC. ഇതിൽ ആൻറ്റിജൻ പ്രസൻറ്റേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻറ്റിജൻ വന്നിട്ട് എന്ത് ചെയ്യും? ആൻറ്റിജനെ ഈ APC സെൽസ് ഇൻജസ്റ്റ് ചെയ്യും, എൻഡോസൈറ്റോസിസ് വഴി അകത്താക്കും. ദെൻ ഡൈജഷൻ ഓഫ് ആൻറ്റിജൻസ് ആൻഡ് ഫോർമേഷൻ ഓഫ് വെസിക്കിൾസ്. ഈ ആൻറ്റിജൻസിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? വെസിക്കിൾസ് ആയിട്ട് ഫോം ചെയ്യും. ആ വിളിക്കുന്ന വെസിക്കിൾസിൻ്റെ പേരാണ് എന്ത്? ഫാഗോസോംസ്.
അതായത് ഫാഗോസൈറ്റോസിസ് നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വെസിക്കിൾസ് ഉണ്ടാക്കുന്നത്. ആ വെസിക്കിൾസിൻ്റെ പേരാണ് ഫാഗോസോംസ്. ഫാഗോസോംസ് കണ്ടെയ്ൻസ് എന്താണ്? ആൻറ്റിജൻ പാർട്ടിക്കിൾസ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഈ ഫ്യൂഷൻ ഓഫ് വെസിക്കിൾസ്. ഈ വെസിക്കിൾ ഫാഗോസോംസ് ഉണ്ടാക്കുന്ന അതേ സമയം തന്നെ കുറച്ച് MHC ക്ലാസ് 2 ആൻറ്റിജൻസ് ഒരു വെസിക്കിൾ ഫോം ചെയ്യും. അവർ വിളിക്കുന്ന പേരാണ് MHC വെസിക്കിൾസ്. തേർഡ് സ്റ്റെപ്പിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് വെസിക്കിൾസിൻ്റെയും ഫാഗോസോംസിൻ്റെയും MHC വെസിക്കിൾസിൻ്റെയും ഫ്യൂഷൻ നടക്കും. ദെൻ ബൈൻഡിങ് ഓഫ് പെപ്റ്റൈഡ് ഫ്രാഗ്മെൻറ്റ്സ് വിത്ത് MHC2 മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫാഗോസോംസും MHC വെസിക്കിൾസും ഇപ്പോൾ ഫ്യൂസ് ആയല്ലോ. അപ്പോൾ ഫ്യൂസ് ആയി കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിലുള്ള കമ്പോണൻസ്, അതായത് MHC2 ആൻറ്റിജൻസും പെപ്റ്റൈഡ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ആൻറ്റിജനും ഇത് രണ്ടും ബൈൻഡ് ചെയ്യും. അങ്ങനെ നമുക്ക് അവിടെ എന്ത് കിട്ടും? ആൻറ്റിജൻ MHC കോംപ്ലക്സ് കിട്ടും. ഈ ആൻറ്റിജൻ MHC കോംപ്ലക്സ് ആണ് നമ്മൾ 5th സ്റ്റെപ്പിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസിൻ്റെ മെംബ്രെയിനിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും MHC ആൻറ്റിജൻ കോംപ്ലക്സിനെ. ഈ ഫിഗർ നോക്കിക്കോ, ഇതാണ് ആൻറ്റിജൻ. അപ്പോൾ ഈ ആൻറ്റിജൻ എന്ത് ചെയ്യും? ഇത് APC സെൽസാണ്. ഇത് APC ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ്. ഇവരെന്ത് ചെയ്യും? ഇൻജസ്റ്റ് ചെയ്യും. എൻഡോസൈറ്റോസിസ് വഴി ഇൻജസ്റ്റ് ചെയ്തിട്ട് ഒരു ഫാഗോസോം ഫോം ചെയ്യും. അതേസമയം തന്നെ MHC ക്ലാസ് 2 ആൻറ്റിജൻസ് ഒരു MHC വെസിക്കിളും ഫോം ചെയ്യും. MHC വെസിക്കിൾസ്. അങ്ങനെ ഇത് രണ്ടും എന്ത് സംഭവിക്കും? ഫ്യൂഷൻ സംഭവിക്കും. തേർഡ് സ്റ്റെപ്പിൽ ഫ്യൂഷനാണ്. ഫ്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഈ രണ്ട് കോമ്പണൻസും ബൈൻഡ് ചെയ്തിട്ട് ആൻറ്റിജൻ MHC കോംപ്ലക്സ് ഉണ്ടാക്കും. ഈ ആൻറ്റിജൻ MHC കോംപ്ലക്സ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളിവിടെ സെൽ സർഫസിൽ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്, T സെൽസിന് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ അപ്പോൾ ആൻറ്റിജൻ പ്രസൻറ്റേഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പായിരുന്നു എന്ത്? ആക്ടിവേഷൻ ആൻഡ് പ്രോലിഫറേഷൻ ഓഫ് T സെൽസ്. ഈ T സെൽസ് ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസുമായിട്ട് കോൺടാക്റ്റിൽ വന്നാൽ, അതായത് ആൻറ്റിജൻ MHC കോംപ്ലക്സിലെ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസിൻ്റെ സർഫസിൽ അവരുമായിട്ട് കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ T സെൽസ് ആക്ടിവേറ്റഡ് ആയിക്കോളും. ഇനി ഈ ആക്ടിവേറ്റഡ് T സെല്ലും പ്ലസ് co-stimulation ബൈ ഇൻ്റർലൂക്കിൻ 2ഉം ഇവർ രണ്ടും കൂടി എന്ത് ചെയ്യും? T സെല്ലിൻ്റെ പ്രോലിഫറേഷൻ കൂട്ടും. അതായത് നമുക്ക് സൈറ്റോടോക്സിക് T സെൽസും ഫോം ചെയ്യും, മെമ്മറി T സെൽസും ഫോം ചെയ്യും. ഈ സൈറ്റോടോക്സിക് T സെൽസാണ് മെയിനായിട്ടും ഈ കില്ലിംഗ് ആൻഡ് എലിമിനേഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാർ. മെമ്മറി T സെൽസ് എന്ന് പറഞ്ഞാൽ ഫോർ ഫ്യൂച്ചർ റെസ്പോൺസിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ സൈറ്റോടോക്സിക് T സെൽസ് ഏതൊക്കെ വഴി നമുക്ക് ആൻറ്റിജനെ കില്ല് ചെയ്യുമെന്ന് നോക്കാം. അതാണ് 3 മെയിനായിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. ഫസ്റ്റ് സൈറ്റോളിസിസ്, പിന്നെ റിലീസ് ഓഫ് ലിംഫോടോക്സിൻസ് വഴി, പിന്നെ ഇൻ്റർഫെറോൺസിൻ്റെ റിലീസ് വഴി. സൈറ്റോളിസിസ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് പെർഫോറൻസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ചാനൽസ് ആണ്. ഈ വാട്ടർ ചാനൽസ് ഈ സെൽ സർഫസിൽ അറ്റാച്ച് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിലേക്കുള്ള ഓസ്മോസിസ് കൂടും. അങ്ങനെ ഓസ്മോട്ടിക് ലൈസിസ് ആണ് അവിടെ നടത്തുന്നത്. ഓസ്മോട്ടിക് ലൈസിസ്. അങ്ങനെ ആ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആൻറ്റിജനെ കില്ല് ചെയ്യാം. ദെൻ വരുന്നത് ലിംഫോടോക്സിൻസ്. മെയിൻ എക്സാമ്പിളാണ് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ബീറ്റ. ഈ ഫാക്ടേഴ്സൊക്കെ എന്ത് ചെയ്യും? മൈക്രോബ്സിൻ്റെ കില്ലിങ് ഈസിയാക്കും. ദെൻ ഇൻ്റർഫെറോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ടിവേറ്റഡ് ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസാണ് ആര്? ഇൻ്റർഫെറോൺസ്. ഈ ഇൻ്റർഫെറോൺസിൽ മെയിൻ ഒരു എക്സാമ്പിളാണ് ഗാമ ഇൻ്റർഫെറോൺ. ഇത് മെയിനായിട്ട് ആൻറ്റിവൈറലാണ്. അപ്പോൾ ഈ ഇൻ്റർഫെറോൺസ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഫാഗോസൈറ്റോസിസിനെ പ്രൊമോട്ട് ചെയ്യും. ന്യൂട്രോഫിൽസും മാക്രോഫേജസും ഒക്കെ നടത്തുന്ന ഫാഗോസൈറ്റോസിസിനെ പ്രൊമോട്ട് ചെയ്യും. ദെൻ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ഫിഗറാണത്. ജസ്റ്റ് കമ്പൈൻ ചെയ്തിട്ട് വേഗം പറയാം. ഫസ്റ്റ് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് MHC2 ആൻറ്റിജൻസിനെ അതിൻ്റെ സർഫസിൽ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന T4 സെൽസ് ആക്ടിവേറ്റഡ് ആവുന്ന T4 സെൽസ് പ്രോലിഫറേറ്റ് ചെയ്തിട്ട് 2 ടൈപ്പ് സെൽസ് ഉണ്ടാവും. എഫക്റ്റർ T സെൽസും മെമ്മറി T സെൽസും. ഈ എഫക്റ്റർ T സെൽസ് ഇൻ്റർലൂക്കിൻ 2 പ്രൊഡ്യൂസ് ചെയ്യും. അതേസമയം തന്നെ ഈ വൈറസ് ഇൻഫെക്റ്റഡ് സെൽ അല്ലെങ്കിൽ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് ഇവർ പോയിട്ട് എന്ത് ചെയ്യും? T8 സെൽസിനെയും ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ T4 സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻ്റർലൂക്കിൻസും T8 സെൽസിൻ്റെ ആക്ടിവേഷനും രണ്ടും കൂടി എന്ത് ചെയ്യും? T8 സെൽസിൻ്റെ പ്രോലിഫറേഷനും ഡിഫറൻസിയേഷനും സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ T8 സെൽസിൻ്റെ പ്രോലിഫറേഷൻ എന്ന് പറയുമ്പം എന്തൊക്കെ ഉണ്ടാവും? മെമ്മറി T സെൽസ് ഉണ്ടാവും, ഇഫക്റ്റർ T സെൽസ് ഉണ്ടാവും. ഈ ഇഫക്റ്റർ T സെൽസാണ് കില്ലിംഗ് ഓഫ് ഇൻവേഡറിന് റെസ്പോണ്ട് ആയിട്ടുള്ളത്.
T8 cells അഥവാ സൈറ്റോടോക്സിക് T cells ആണ് കില്ലിംഗ് ആൻഡ് എലിമിനേഷൻ ഓഫ് ഇൻവേഡേഴ്സ് നടത്തുന്നത്. ദെൻ അപ്പോൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ജസ്റ്റ് കഴിഞ്ഞു. ദെൻ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും മെയിനായിട്ട് ഇതേ ടൈപ്പ് സ്റ്റെപ്സ് തന്നെയാണുള്ളത്. ഫസ്റ്റ് നമുക്ക് ആൻറ്റിജൻ പ്രസൻറ്റേഷൻ വേണം. ദെൻ ബി സെൽസ് ആക്ടിവേറ്റ് ചെയ്യും. ദെൻ ഈ ബി സെൽസ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് പ്ലാസ്മ സെൽസ് ആവും. ഈ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി മെയിൻലി മീഡിയേറ്റഡ് ബൈ പ്ലാസ്മ സെൽസ് ആൻഡ് ആൻറ്റിബോഡീസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ബി സെൽസ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് പ്ലാസ്മ സെൽസ് ആവുന്നത്. ദെൻ പ്രോലിഫറേഷൻ ആൻഡ് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ. ഈ പ്ലാസ്മ സെൽസ് എന്ത് ചെയ്യും? പ്രോലിഫറേറ്റ് ചെയ്തിട്ട് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ നടത്തും. ഈ ആൻറ്റിബോഡീസ് വെച്ചിട്ട് നമുക്ക് ഇൻവേഡേഴ്സിനെ കില്ല് ചെയ്യാം. ദെൻ മെമ്മറി ബി സെൽസ് ഫോം ചെയ്യും. ഇതാണ് മെയിനായിട്ടുള്ള 6 സ്റ്റെപ്സ്. അപ്പോൾ അത് ഏകദേശം ഫ്ലോ ചാർട്ടായിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു. ആ ഫിഗറാണിത്. അപ്പോൾ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് എന്ത് ചെയ്യും? MHC2 ആൻറ്റിജൻ കോംപ്ലക്സിനെ ഇതിൻ്റെ സർഫസിൽ APCൻ്റെ സർഫസിൽ കൊണ്ടുവരും. അപ്പോൾ T4 സെൽസ് അത് കണ്ടിട്ട് ഇനാക്റ്റീവ് T4 സെൽസ് ആക്റ്റീവ് ആവും. ദെൻ ആക്റ്റീവായിട്ട് TH2 സെൽസ് ആക്റ്റീവ് ആവും. അപ്പോൾ ഈ TH2 സെൽസ് മെയിനായിട്ടും ഇൻ്റർലൂക്കിൻ 4ഉം ഇൻ്റർലൂക്കിൻ 5ഉം സെക്രീറ്റ് ചെയ്യും. അതേ ടൈം തന്നെ ആൻറ്റിജൻ ഡയറക്റ്റ്ലി കോണ്ടാക്ട് വിത്ത് ഇനാക്റ്റീവ് ബി സെല്ലിനെ ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ബി സെല്ലിന് തന്നെ APC സെൽസായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? സെൽഫായിട്ട് ആക്ടിവേറ്റ് ആവും. ബി സെൽസ് ആക്ടിവേറ്റ് ചെയ്തിട്ട് 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാവും. മെമ്മറി ബി സെൽസും ഉണ്ടാവും, പ്ലാസ്മ സെൽസും ഉണ്ടാവും. പ്ലാസ്മ സെൽസായിട്ട് ഈ ബി സെൽസ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. പ്ലാസ്മ സെൽസ് എന്ത് ചെയ്യും? സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ആൻറ്റിബോഡീസ് ചെയ്യും. കുറേ ആൻറ്റിബോഡീസ് ഉണ്ടാക്കിയിട്ട് ആ ആൻറ്റിബോഡീസ് വെച്ചിട്ട് ആൻറ്റിബോഡീനെ കില്ല് ചെയ്യും, ആൻറ്റിജനെ കില്ല് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും. ഇനി പ്ലാസ്മ സെൽസിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ബി സെല്ലിനെക്കാട്ടിലും എൻലാർജ്ഡ് ഇൻ സൈസ് ആയിരിക്കും. മോർ സൈറ്റോപ്ലാസം ഉണ്ടാവും. പിന്നെ ന്യൂമറസ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലംസ് ഉണ്ടാവും. പിന്നെ ഇത് ഏകദേശം കാണാൻ ലിംഫോബ്ലാസ്റ്റിനെ പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ബി സെൽ ടു പ്ലാസ്മ സെൽ ട്രാൻസ്ഫോർമേഷനെ നമ്മൾ ബ്ലാസ്റ്റ് സെൽ ട്രാൻസ്ഫോർമേഷൻ എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയിൽ നമ്മൾ എങ്ങനെയാണ്, ഏത് ടൈപ്പിലാണ് ഇൻവേഡേഴ്സിനെ കില്ല് ചെയ്യുന്നതെന്ന്. മെയിനായിട്ട് 6 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ന്യൂട്രലൈസിങ് ആൻറ്റിജൻ. ഈ ആൻറ്റിജൻസിനെ അതായത് ഇപ്പോൾ ബാക്ടീരിയ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ടോക്സിൻസിനെ ഡീടോക്സിഫൈ ചെയ്യും. അങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് മെത്തേഡാണ് ഇമ്മൊബിലൈസേഷൻ ഓഫ് മൈക്രോബ്സ്. ഈ മൈക്രോബ്സിനെ മൂവ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇമ്മൊബിലൈസ് ചെയ്യുമ്പം അതിൻ്റെ സറൗണ്ടിങ് ടിഷ്യൂസിലേക്കുള്ള സ്പ്രെഡ് കുറയ്ക്കാൻ പറ്റും. ദെൻ ആക്ടിവേഷൻ ഓഫ് കോംപ്ലിമെൻറ്റ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്ന വഴി നമുക്ക് കുറേ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ പറ്റും. പിന്നെ പ്രസിപ്പിറ്റേഷൻ ഓഫ് ആൻറ്റിജൻസ്, ഫോർത്ത് മെത്തേഡാണ് പ്രസിപ്പിറ്റേഷൻ ഓഫ് ആൻറ്റിജൻസ്. അങ്ങനെ പറഞ്ഞാൽ ഈ ആൻറ്റിജൻസ് കോമൺലി സോല്യുബിൾ ആയിരിക്കും. അപ്പോൾ അതിനെ ഇൻസോല്യുബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫാഗോസൈറ്റോസിസ് സ്പീഡാക്കാൻ പറ്റും. സ്പീഡാക്കിയിട്ട് ആൻറ്റിജൻസിനെ കില്ല് ചെയ്യും. ദെൻ ഫിഫ്ത്ത് വണ്ണാണ് ഈ ഫാഗോസൈറ്റോസിസ് ഫെസിലിറ്റേറ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കിയ ആൻറ്റിബോഡീസ് ഉണ്ടല്ലോ, ഈ ആൻറ്റിബോഡീസ് ഒപ്സണൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒപ്സണൈസേഷൻ സ്പീഡാക്കി കഴിഞ്ഞാൽ അവിടെ ഫാഗോസൈറ്റോസിസും സ്റ്റിമുലേറ്റഡ് ആവും. അപ്പോൾ ഫാഗോസൈറ്റോസിസ് സ്പീഡപ്പ് ആവും. അങ്ങനെ കുറേ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ഇമ്മ്യൂണിറ്റി ടു ന്യൂബോൺസിന് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് ഈ ആൻറ്റിബോഡീസ് വഴിയാണ്. മെയിനായിട്ട് IgG എന്ന് പറയുമ്പം പ്ലാസൻ്റെ വഴി ക്രോസ് ചെയ്തിട്ട് മെറ്റേണൽ ബ്ലഡിൽ നിന്ന് ഫീറ്റൽ ബ്ലഡിലേക്ക് പോകുന്ന ആൻറ്റിബോഡിയാണ്. ദെൻ IgA എന്ന് പറയുമ്പോൾ അവർക്ക് ബർത്തിന് ശേഷം മദേഴ്സ് മിൽക്കിലൂടെ കിട്ടുന്ന ഒരു മെയിൻ ആൻറ്റിബോഡിയാണ്. അപ്പോൾ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും നമ്മളിവിടെ പറഞ്ഞു. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം മെയിനായിട്ട് പ്ലാസ്മ സെൽ ആൻഡ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആയിരുന്നു. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ T സെൽ മീഡിയേറ്റഡ് ആയിരുന്നു. അപ്പോൾ T സെൽ മീഡിയേറ്റഡ് എന്ന് പറയുമ്പോൾ T സെല്ലിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ദെൻ മെക്കാനിസം പറഞ്ഞു, പ്രസൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പ്രോലിഫറേഷൻ, ദെൻ കില്ലിംഗ് മെത്തേഡ്സ്. അതേപോലെ തന്നെ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയിലും പ്രസൻറ്റ് ചെയ്യുന്നു. പിന്നെ ബി സെൽസ് പ്ലാസ്മ സെൽസായി ട്രാൻസ്ഫോം ചെയ്യുന്നു. ദെൻ പ്ലാസ്മ സെൽസിൻ്റെ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ കൂട്ടുന്നു. അപ്പോൾ ആൻറ്റിബോഡി കില്ല് ചെയ്യുന്ന മെത്തേഡ്സ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് ക്ലാസ്. ദിസ് ഈസ് ഓൾ അബൌട്ട് ഇമ്മ്യൂണിറ്റി. താങ്ക് യു.